Hello viewers, Namaste, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് പെർഫോമൻസ്, അതായത് നമ്മുടെ സോഫ്റ്റ് വിൻ ട്രേഡർ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം കാണിച്ചു തരുന്നത്. ട്രേഡിംഗ് പാർട്ട് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ട്രേഡിംഗ് ബ്രോക്കർ ഏതാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്, അതിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഒരു 16 years ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നമുക്ക് ഇതുവരെ 8 സ്ട്രാറ്റജീസാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. ഇനി പുതിയ സ്ട്രാറ്റജീസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ക്ലയൻസിന് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന TCSൻ്റെ ഷെയറാണ്. ഇൻട്രാഡേ ചാർട്ടാണ്. ഇൻട്രാഡേ നോർമൽ നമ്മൾ 5 മിനിറ്റാണ് ചെയ്യുന്നത്. ഇൻട്രാഡേ സ്ട്രിങ്ങോ സ്കാൽപ്പിക്കോ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രാഡേയിൽ നിന്ന് കാണിക്കുന്നത് ഏറ്റവും മുകളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 3091 ലൈവ് മാർക്കറ്റാണ്. നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ടോ, പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളിംഗ്, വാട്സപ്പ് എല്ലാം സെയിം നമ്പർ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് ഓഫീസ് വരാവുന്നതാണ്. നമുക്ക് ഈ ബൈ സിഗ്നൽ, ഈ ഗ്രീൻ കളറിൽ അപ്പാരാണ് ബൈ സിഗ്നൽ, റെഡ് വരുന്ന സെല്ലാണ്. അതായത് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ടാണ് കാണിച്ചു തരുന്നത്. സിഗ്നൽസ് വരുന്ന എല്ലാം കാര്യം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ കൺഫേം ആയ എൻട്രീസ് മാത്രം നമ്മൾ പിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് വരും കേട്ടോ. ഇതുപോലെ അലേർട്ടും വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും. അപ്പോൾ TCS നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു പെർഫോമൻസ് അന്ന് ദിവസമായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ ബൈ വന്നു, ഗ്രീൻ കളറിൽ അപ്പാരോ, അത് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ വരും. അപ്പോൾ നമ്മളിത് കൺഫേം ആണ് നോക്കുക. അതായത് കൺഫേം ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ എടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ. കൺഫേം ആണെങ്കിൽ മാർക്കറ്റ് കയറുമെന്ന് അർത്ഥം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമുക്ക് ബൈ സിഗ്നൽ വന്ന് ആരോ വന്ന ശേഷം തൊട്ട് താഴെ നോക്കിയാൽ പ്രൈസ് ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും കേട്ടോ. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിട്ടേച്ചാൽ മതി. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്ത് ഈ ബാർ കണ്ടോ, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരും കേട്ടോ. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നിങ്ങൾക്ക് താഴത്ത് ഒറ്റ ബാറേ കാണാൻ സാധിക്കുള്ളൂ. അത് ഗ്രീൻ ആയാൽ മതി. രണ്ടും ഓക്കെ ആണോ ഡയറക്റ്റ് നമുക്ക് ആ ട്രേഡ് പിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻ കേസ് താഴത്തെ ബാറില്ല, 1-2 ക്യാൻഡിലിന് ശേഷം ഗ്രീൻ വന്നാലും നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻട്രി ഇവിടെ കാണിക്കുമ്പോൾ തന്നെ എക്സിറ്റ് ലെവൽ സോഫ്റ്റ് തന്നെ കാണിച്ചു തരാം. 3 ടാർഗറ്റാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന റിസ്ക് പോലെ ഇരിക്കും. നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കാണിച്ചു തരിക. അപ്പോൾ നമ്മുടെ ഈ ചാർട്ടിൽ എല്ലാം കാണിച്ചു തരും. എൻട്രി എവിടെ ചെയ്യണം, എക്സിറ്റ് എവിടെ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, അതുപോലെ നമുക്ക് എന്താണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, സപ്പോർട്ട് ലെവൽസ്, സൈഡ് വേസ്, ഇതെല്ലാം ഫുള്ളായിട്ട് കാണിച്ചു തരും. നിങ്ങൾക്കൊരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ നമ്മളിവിടുന്ന് ലൈവ് ഡെമോൺസ്ട്രേഷനിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞുതരും, ഡയറക്റ്റായിട്ട് ഓൺ കോളിൽ പറഞ്ഞുതരും എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള ഫുൾ നമുക്ക് സെറ്റിംഗ് വീഡിയോസും യൂസ് ചെയ്യുന്ന വീഡിയോസും എല്ലാം നമ്മൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അയച്ചു തരും. പിന്നീട് വരുന്ന വേർഷൻ അപ്ഡേറ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളെ. അപ്പോൾ ഇത് കണ്ട് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ കയറിയ ശേഷം ഒന്ന് ഇറങ്ങി, പിന്നീട് നോക്കിയാൽ ഇത് കണ്ട് റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ, അതിനെ ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റിൽ കയറി പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റീ എൻട്രി എടുക്കാമായിരുന്നു കേട്ടോ. റീ എൻട്രി ടൈമിൽ നമ്മൾ താഴത്തെ ബാറെല്ലാം നോക്കണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റീ എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.